സോ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇടുമെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും നമ്മൾ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇതാ നോട്ടിച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു എപ്പിസോഡ് എൻ്റെയിലും ഒരു എപ്പിസോഡ് അവൻ്റെ ചാനലും അങ്ങനെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ്റെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങളെന്തായാലും അടുത്ത പാർട്ട് ഓൺലൈനിലേക്ക് വരിക. അപ്പോൾ നിങ്ങളെന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ മെയിനായിട്ട് 2 ഡ്യൂട്ടിയാണ്. ഇവരിന്നൊരു ബെഡ് റോക്ക് ലെവല് മൈൻ ചെയ്ത് പോയിട്ട് അവിടുന്ന് മേലേക്കൊരു എലവേറ്റർ ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഓൻ്റെ ഒരു പണി. പിന്നെ ഞാനിന്ന് എന്താ പറയുക, ഈ ഫാം നിങ്ങൾ കാണുന്നില്ലേ, ഈ ഫാം നമ്മൾ പരമാവധി കുറച്ചും കൂടി എക്സ്പെൻഡ് ചെയ്യും. ഇങ്ങോട്ടേക്ക് പരമാവധി പറ്റുന്നത്രയും എക്സ്പെൻഡ് ചെയ്യും. പിന്നെ വാട്ടർ മെല്ലും കാര്യങ്ങളൊക്കെ കാണണം. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ 2 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഓൻ്റെ ഡ്യൂട്ടി നോക്കും, നമുക്ക് നമ്മളെ ഡ്യൂട്ടി നോക്കാം. പിച്ചേ ഇങ്ങോട്ട് വാ. ഇത് കുറച്ച് എടുത്തോ. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ കാര്യം നോക്കാം, ഫാമിൻ്റെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സ്പ്രൂസ് വേണം. ചെസ്റ്റിൽ സ്പ്രൂസ് ഉണ്ടാവും, നോക്കാം നമുക്കത്. സ്പ്രൂസ് നമ്മൾ കയ്യിലുണ്ട് തോന്നുന്നു, 64 കയ്യിലുണ്ട്. അപ്പം എന്തായാലും നമ്മളെ പണി നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഫെൻസ് വേണം. ഫെൻസിൽ ഈ ബിൽഡിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് ഫെൻസ് പിന്നെന്താ പ്ലാങ്ക്സ്, സ്റ്റെപ്പ്, അതൊക്കെയാണ് വേണ്ടത്. അപ്പം എന്തായാലും നമുക്ക് ഇതാദ്യം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. ഇപ്പോൾ കഴിച്ച് നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇതന്നില്ലേ, ഈ ഒരു മോഡലിൽ തന്നെയാണ് അങ്ങോട്ടേക്കും ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ കുഴിക്കാം. അതിന് മുമ്പ് നമ്മൾ ബേസ്മെൻറ്റിലാണ് ഓൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. എവിടെയായിട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചാൽ, ബേസ്മെൻറ്റ് ഇപ്പം 2 ബിൽഡുള്ളൂ. ഒരു ബിൽഡ് എന്നല്ല, ഇപ്പം മെയിനായിട്ട് നമ്മൾ ഇൻചാൻഡ് ആണ് നോക്കിയത്. ഇൻചാൻഡും പിന്നെ എൻ്റർ പോർട്ടലുമാണ് ഉള്ളത്. അങ്ങനെ ഇനിയിപ്പം ഇതും കൂടി വരും ഗൈസ്. അപ്പം അതും കൂടി കഴിഞ്ഞാൽ ഇത്ര സാധനം മതിയെന്ന് തോന്നുന്നു ബേസ്മെൻറ്റിന്. പ്രത്യേകിച്ച് വേറെ ആവശ്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും നമ്മളെ പണി നോക്കാം. ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പെൻഡ് ആക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് പൊട്ടിച്ച് വരണം. നല്ല ക്ഷാമുണ്ട് ഇത്. ഹോണ്ട് ഇതിൻ്റെ അടുത്ത് ഹോതാ ഇവിടുന്ന് ഇനി അങ്ങോട്ട് നേരെ ഉണ്ടാക്കി വരാം. എന്തായാലും എടാ പിന്നെ നമുക്ക് എന്തെങ്കിലും ഹോ എടുത്തിട്ട് നമ്മളെ പരിപാടി ഒന്ന് തുറക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ മൈനിങ്ങിന് പോയപ്പോൾ ഒരു 10 എണ്ണങ്ങളാണ് ഡയമണ്ട് കിട്ടിയായിരുന്നു. അത് നമ്മൾ എൻചാൻറ്റിങ്ങിന് ഉപയോഗിച്ച് പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കി. പിന്നെ 2 എണ്ണങ്ങളാണ് ബോക്സിലുണ്ട്, പെട്ടിൽ വെച്ചിട്ട്. നേരത്തൊന്നും മൈനിങ്ങിന് പോയിട്ടില്ല. അപ്പോൾ ഓൻ്റെ ചാനൽ എല്ലാവരും ചെക്കൗട്ട് ചെയ്യണം പ്ലീസ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതാണ് എൻ്റെ ചാനലിൻ്റെ ലിങ്ക്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് അതിലേക്ക് വരാനാണ്. നോക്കാം എന്തുകൊണ്ടുണ്ടാക്കുന്ന. ഇപ്പോൾ ഗൈസ് എന്തായാലും ഇത് ഫുള്ളൊന്ന് ഹോൾ ചെയ്തിട്ട് ആക്കിയിട്ട് കാണാം എന്തായാലും. സോ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇത്രയാണ് എക്സ്പാൻഡ് ചെയ്തത്. ഇത്രയേ വേണ്ടു, മതിയെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഇത്രയും കൂടി ഹോൾ ചെയ്തിട്ട് നമ്മളിത് കണ്ടില്ല, ഇതുപോലെയാണ് ഈ ഒരു ഡിസൈനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളെ കൂടെ നിങ്ങൾ കളിച്ചോ. ഈ വേൾഡിൻ്റെ സീഡും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. ഓക്കെ, ഇതും കാര്യം ഫുള്ള് ഇതേപോലെ തന്നെ ഈ ഒരു ഡിസൈനിൽ ചെയ്തിട്ട് കാണാം.
അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഈ ഒരു ഡിസൈൻ എല്ലാം എടുത്ത് ചെയ്ത് കുറച്ചും കൂടി എക്സ്പാൻഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ വേണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയി നോക്കാം. ഇത് ജസ്റ്റ് നെതർ വരെ പോയിട്ട് വരാം ഗൈസ്. ഇവിടുത്തെ സ്ഥിതി എന്നൊക്കെ നോക്കാം. നീ നെതറിലുള്ള എന്തായാലും നെതറിലെത്തിയിട്ടുണ്ട്. ഫാസ്റ്റെല്ലാം കയറി ചെല്ലുന്നുണ്ട് ഇവിടെ ഉള്ളത് ഇങ്ങനെ ഇങ്ങനെയല്ലോ ഈ സാധനം. ഒരുപാട് കളിക്കുന്നു. ചത്ത് എൻ്റെ മോനെ, അതെന്ത് സാധന എല്ലാം അതിൻ്റെ കുട്ടികളൊന്നും അടിച്ചിട്ട് എന്തായാലും നമുക്ക് ഇവിടെ നമ്മളെ ചെസ്റ്റിൽ കുറച്ചധികമുണ്ട്. കുറച്ചധികം സീഡുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇത് എടുത്തിട്ട് ഫുള്ളൊന്നും നടാം. അപ്പം ഇപ്പം തന്നെ ഒന്നും കൂടി പറയാം, എല്ലാവരും ഇവൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. ഇതിലായിരിക്കും സെക്കൻഡ് പാർട്ട് വരിക. വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനലിൽ സെക്കൻഡ് പാർട്ട് നോക്കി നടക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരിക. എന്തായാലും എന്താ പറയുക, പോയിട്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. എടാ വാ, നൈറ്റ് കൊണ്ട് കയറി വന്ന് സോംബിയൊക്കെ സോംബിരിക്കുന്ന നല്ല പറയാം. സോംബി ചെല്ലി എന്തായാലും വന്ന് സ്ലീപ്പ് ചെയ്ത് രാവിലെ ആയിട്ട് കാണാം. രാവിലെ ആയിട്ടുണ്ട്. മോനോറിൽ നെതറിൽ ചത്ത് പണിയെടുക്കുകയാണ്. നമുക്ക് എന്തായാലും ഷീഡും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നടാം. ഇന്ന് നമ്മൾ കുറച്ച് സംഭവം ചെയ്യുന്നുള്ളൂ, മെയിനായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്തായാലും സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എന്തായാലും പൊളിക്കാം. അവൻ്റെ ചാനൽ വരും. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യണം ഗൈസ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാനിത് ഫുള്ളൊന്ന് നട്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതെന്തായാലും ഫുള്ള് കാര്യങ്ങളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പണിയും കൂടി എലിവേറ്റർ എന്തായാലും കംപ്ലീറ്റ് ആക്കണം. ഇനി നമ്മൾ എലിവേറ്ററാണ് മെയിൻ. എന്തായാലും ബേസ്മെൻറ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നാളെ എന്തായാലും എന്തെങ്കിലും അടിപൊളിയൊരു ബിൽഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇൻസ്റ്റാൻറ്റ് അവിടെ എക്സ്പി ആയിക്കില്ലടാ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഇനി എലിവേറ്ററിൻ്റെ പണിയിലേക്ക് കിടക്കാം. അപ്പം എന്തായാലും നമ്മൾ ബേസ്മെൻറ്റിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പണിയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടാണ് സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. ബേസ്മെൻറ്റിൻ്റെ ഇത് കൂടി ഈ ഒരു എൻചാൻറ്റ് ഭാഗത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എന്തായാലും വർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഡിസൈനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം ഈ ഷുഗർ കെയിൻ ഫുള്ളിൽ എടുക്കാം. കുറേ ഷുഗർ കെയിൻ ഉണ്ട് കേട്ടോ. പെട്ടിയിലുണ്ട്, ഈ സ്റ്റാക്കാണ് ഷുഗർ കെയിൻ. ഇതൊക്കെ ഒരു കാലം ആവശ്യം വരും. ഹെൽപ്പ് കിട്ടിയിട്ട് വാട്ടർ ബാറ്ററി തീരാനായി കുറച്ചും കൂടി പണിയുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ട് സെറ്റാക്കണം. എന്തായാലും നിങ്ങൾ ടോട്ടലൊന്നും കാണിച്ചിരുന്നില്ല, അല്ല നിങ്ങൾക്ക് അറിയാലോ.
ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കളക്ട് ചെയ്യട്ടെ ഗൈസ്. മൊത്തത്തിൽ നമുക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും എത്ര ദിവസം ഈ വേൾഡ് കളിച്ച്. എന്തായാലും നമ്മളിത് പരമാവധി കുറേ പറ്റുവാണ് 100 days ഒക്കെ കംപ്ലീറ്റ് ആക്കും. ഞാൻ 100 days എന്തായാലും കംപ്ലീറ്റ് ആക്കും. ഇനി കൂടുതൽ പറ്റുവാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് കൂടും. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ഗൈസ്. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും കാര്യങ്ങളും ചെയ്യുക. എനിക്കെന്നാ വേണ്ട ഓക്കെ വെള്ളം അടിയിലൊരു വെള്ളം ഇടും. ഓക്കെ കേട്ടോ വെച്ചോ. ഇല്ല ഞാൻ എത്തിയോ താഴെത്തിയോ ഷോനിക്കെന്താ വെള്ളം ഒഴിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചെടുക്കണമല്ലോ. എന്തായാലും അവിടെ പോയി സെറ്റാക്കാം. അവിടെ സോംബി വരുന്നുണ്ട്. ഇങ്ങനെ അറിഞ്ഞൂടാ. ലൈറ്റ് ആക്കണം. ഇനി വേണോ ഒന്നോയോ താഴെ വരുത്തുവോ? ഓനവിടെ താഴെ ഉണ്ട് കേട്ടോ. എലിവേറ്ററിൻ്റെ പണിയില്ല. നമുക്ക് എന്തായാലും നമ്മളെ പണി നോക്കാം. നൈറ്റായി വേണ്ട. വെറുതെ അല്ല ഇങ്ങനെ സോംബീസ് വരുന്ന ഗൈസ്. ഞാനവിടെ ലൈറ്റ് എപ്പോൾ ചെയ്തിട്ടില്ല. 4 ടോർച്ച് കൊണ്ട് ഞാനും ഉണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് കൊടുക്കാം. അയ്യോ ഇവിടെ ഒന്ന് എടുക്കാം. പിന്നെ ഇവിടെ നോക്കാം. കേട്ടനും സോംബി എല്ലാം ഉണ്ട്. സോംബിങ് എത്തി ഗൈസ്. പറഞ്ഞു തീർന്നില്ല ഇവന്മാരെത്തി. ചാവല്ല ചാവല്ല ചാവല്ല. എന്താ ബ്രൗണായി നല്ലതാ. താഴെ എത്തിക്കാ വെള്ളോ സോൽസാൻ്റെ വെച്ചിക്കാ. ഞാൻ താഴെ വരെ വരട്ടെ ഗൈസ്. ഒന്ന് താഴെ വരെ പോയേക്കാം വെള്ളത്തിൽ. മറക്കടോ ഇല്ല. അല്ല ചാവോ? താഴെ വല്ല ബ്ലോക്കോ എന്തെങ്കിലും വെച്ചിക്കോ. ഗൈസ് അപ്പോൾ ഞാൻ ചത്തു. എന്തായാലും ചത്ത് കിട്ടോ നോക്കണ്ട. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ചത്ത് ചത്ത് ഒന്നും വീഡിയോ കണ്ടില്ല. ഇങ്ങനെ വന്ന് കിടക്കുന്നു. അപ്പൊ ഗൈസ് ഇതാ നമ്മളെ എലിവേറ്ററും കാര്യങ്ങളും സെറ്റ്. ഇതെന്താ ഇതൊക്കെ എടുത്ത കുറച്ച് കുടിക്കാം. അപ്പം ഇതാട്ടോ നമ്മള് ഇനിയിപ്പം മാഗ്നയും കൂടി വെച്ചിട്ട് അപ്പുറം താഴേക്ക് പോകാനുള്ള കൂടി സെറ്റാക്കണം. അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡത്തെ 2 ഗോൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്തായാലും ഇനിയും പറയാണ് എൻ്റെ ചാനലിൽ വീഡിയോ വരും. എല്ലാവരും കാണുക. ഇവിടെ പോവോ നെതർപ്പിച്ചോ ക്ലൂബിനെ അറിയുന്ന ഇച്ചിരി കാണാം നമുക്ക്. ഞാൻ പറഞ്ഞോ വേറെ പണിയൊന്നുമില്ല. പിന്നെ സ്പോസ് ഫുള്ളായിട്ടില്ല പൊട്ടിച്ചളിയാം. പക്ഷേ നിങ്ങൾക്ക് 1 ബ്ലോക്ക് ആണോ സ്കൈ ബ്ലോക്ക് ആണോ എന്ന് കമൻറ്റ് ചെയ്യാം. നമ്മളതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് സോളോ ആയിട്ടൊരു സീരീസ് തുടങ്ങണം. എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും ചാനൽ വരും കാണുക. പിന്നെ സോളോ ഒന്നുകിൽ നമ്മൾ രണ്ടാളും ഒരു 1 ബ്ലോക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഞാനൊരു സോളോ സീരീസ് തുടങ്ങും. എക്സ്പ്ലേ എന്താ നമുക്ക് ഇത് ഏതെങ്കിലും തുടങ്ങുന്നതാണ്. എന്തായാലും മാക്സിമം സപ്പോർട്ട് തരിക. കൂടുതലും ചാൻസ് 1 ബ്ലോക്കോ 2 ഏതെങ്കിലും നമുക്ക്
നോക്കാം. നിങ്ങൾ കമൻറ്റ് 1 ബ്ലോക്ക് ആണോ അല്ലെങ്കിൽ സോളോ സീരീസ് ആണോ? എന്നാലും നമ്മൾ ഡുവോ സീരീസ് കളിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് 1 ബ്ലോക്കാണ്. ഐ തിങ്ക് 1 ബ്ലോക്കാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കിയിട്ട് 1 ബ്ലോക്ക് കളിക്കാം. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തുവാണെന്ന്. അങ്ങനെ ലെവലിലൂടെ ചത്തക്ക് ഇച്ചേ മാഗ്മക്ക് വേണ്ടിയിട്ട് എന്താ കിട്ടുന്നില്ലേ? ഒരു മൈനിങ് ചെയ്താൽ കിട്ടുമല്ലോ. വെറുതെ ഒന്ന് പോയി നോക്കി, ചിലപ്പോൾ കിട്ടിയാലോ. ഭാഗ്യം വേണം. കാർന്നെടുത്ത് പോന്നേ കേട്ടോ. കിട്ടും കാണും. കിട്ടിയോ? 37 എന്തിനാ? ഒന്നും വരെ എടുക്ക്. ഞാൻ പറയുമ്പോ വെള്ളം ഇടണം. ബക്കറ്റും ഇല്ല, വെള്ളവും ഇല്ല. ബക്കറ്റും ഉണ്ടോ? ബക്കറ്റ് ഉണ്ട്. വെള്ളം പോയി എടുക്കട്ടെ. എന്തായാലും ടോർച്ച് ഉണ്ടാക്കി എന്തിനാ? എന്താ ടോർച്ചോ? എന്തായാലും നമുക്ക് ടോർച്ചും കൂടി ഉണ്ടാക്കണം. പോയി എന്തായാലും കുറച്ച് കഴിച്ചൊക്കെ ടോർച്ച് വേണമല്ലോ. ടോർച്ച് അടിച്ചിട്ടുണ്ടല്ലോ ഇത്രയും ആക്കിയിട്ട്. എന്തായാലും നമുക്ക് ആവശ്യം. നല്ലതാ, കോളില്ല. നല്ലതായി, കോളില്ല. ഇവിടെ സോംബിന്റെ സൗണ്ട് വെക്കുന്നത്. ഇവിടെ എവിടെയോ ഒരു കേവ് ഉണ്ട് ഗൈസ്. കേവല്ല എന്തോ അറിയില്ല. ഈ ബേസ്മെന്റ് പൊയ്ക്കുന്ന മുതൽ ഈ സൈഡ് ഭാഗത്തുനിന്ന് നല്ല സൗണ്ട് വെക്കുന്നുണ്ട്. സോംബിന്റെ സ്കെൽട്ടൻ്റെ ഒക്കെ. ഇടട്ടെ വെള്ളം. ബെഡ്റൊക്കെ തീയില്ല. താഴെ വരെ കുളിക്കുന്നുണ്ട്. എന്തായാലും താഴെ വരെ കുളിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയോ? അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. മറക്കരുത് കമൻറ്റ് ചെയ്യും. അൺബ്ലോക്കും ആണോ സോളോ സീരീസ് തുടങ്ങണമെന്ന് നമ്മളെന്തായാലും ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഏത് കളിക്കാനാണോ അത് നമ്മളെന്തായാലും എൻ്റെ ഈ ചാനലിൽ കളിക്കുന്നതാണ്. ഐ തിങ്ക് ബെറ്റർ 1 ബ്ലോക്കാണ്. എന്തായാലും നിങ്ങളൊരു അഭിപ്രായം കൂടി പറയാം. കാരണം നമ്മൾ ഡുവോ സീരീസ് ചെയ്യുന്നതുകൊണ്ട് സോളോ സീരീസും കൂടി വെറുതെ വേണമെന്ന് തോന്നില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ പറയുന്നത് എന്തായാലും ഇടുന്നതായിരിക്കും. കിട്ടിയോ? ഇവിടുത്തെ എത്തിട്ടോ ബെഡ്റൂം വരെ. എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ട് മൈനിങ് അല്ലേ. മൈനിങ്ങിന് മുമ്പും മേലോട്ടും താഴേക്കും കയറി വരാനാണ്. അതാകുമ്പോൾ ബെഡ്റോക്കിൻ്റെ അവിടെ എത്തുമ്പോൾ ഡീപ്പ് സ്ലൈറ്റിലാണല്ലോ, അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ഡയമണ്ട് കിട്ടുക. കൂടുതൽ മൈനിങ്ങിനൊക്കെ പോകേണ്ടി വരും. അതിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. വയ്ക്കട്ടെ. ഒരു ഗ്ലോസ് സ്റ്റോപ്പ് കടാ. ഈ സാധനം വിജയപൂർവ്വം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ടും അപ്പുറം ഇപ്പുറം കാണുന്നുണ്ടോ? അതെങ്ങനെ ഇപ്പോൾ റെഡിയാക്കാം? നമുക്ക് ഇത് കാണിച്ചു തരാം. ഷാർപ്നെസ് 4 ഗൈസ്. പിക്കാക്സിന് ഓൾറെഡി ഞാൻ ഇത് കൊടുത്തും പോയതാണ്. നമുക്ക് വേറെ വെച്ചേക്കണം. അതെങ്ങനെയാണല്ലോ. സോറി. പ്രൊട്ടക്ഷൻ 4 സീനാണ് ഗൈസ്. എന്തൊക്കെയാണ് എടുത്ത് വെക്കണേ? എൻ്റെ മെൻഡിങ് ബുക്ക് എടുത്തിട്ട് ചങ്ങായി യൂസ് ചെയ്ത്. എനിക്കൊരു മെൻഡിങ് ബുക്ക് കിട്ടിയായിരുന്നു വില്ലേജിൽ നിന്ന്. മെൻഡിങ്ങും പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, അതുകൊണ്ട് എടുത്തെന്ന് തോന്നുന്നു. രണ്ടും എടുത്തോ? മറ്റേ കുറച്ച് ഫുഡ് ഇട് താഴേക്ക്. എങ്ങനെ ഫ്രൂട്ട്സാണല്ലേ? ഏതെങ്കിലും ഫുഡ് ഇട് താഴേക്ക്.
താഴേക്ക് എന്ന് പറയുമ്പം ആ ഹോട്ടൽ മറ്റേ അതില് വുഡും പിന്നെ വെള്ളം ഒഴിച്ചോ. ഫസ്റ്റ് വുഡ്. ഓക്കെ, പിന്നെ എത്തിക്കുണ്ടാവോ? എത്തട്ടെ. ഭാഗത്തുന്നുണ്ട്. ഒഴിക്കില്ല. 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 ചങ്ങായി ചത്ത് പണിയെടുക്കുന്നതാണ്. അല്ല ഓക്കെ, ഒഴിച്ചോ. ഒഴിക്കുന്നതാണേ. ഒഴിച്ചോ. അവിടെ തീ നോക്കി കുറച്ച് എത്തട്ടെ. ടൈം എടുക്കും. അത് ഇങ്ങോട്ടൊക്കെ വരുന്നത് തടയാൻ എന്ത് ചെയ്യണം? ആ നല്ലതാ. ഓ സെറ്റ്. അതിടാ. എത്തിയോ? വെള്ളത്തിയോ? വെള്ളം എത്തുന്നുണ്ട്. അവിടെ താഴെ സെറ്റാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഓന പണിയും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ആ സമയം കൊണ്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ. അപ്പം എന്തായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. അതുകൊണ്ട് എന്തായാലും ആ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ. എന്നിട്ട് എന്താക്കാം കാണാം. ചിലപ്പോൾ സോ ഗൈസ്, എലിവേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് മേലേക്കല്ലേ. ഇത് മേലേക്ക് വരാനുള്ള, ഇത് താഴേക്ക് പോകാനുള്ള. കാണിച്ചു തരാം. താഴേക്ക് പോകുമ്പോൾ അത്ര സ്പീഡില്ല, എന്നാലും മേലേക്ക് വരുമ്പോൾ നല്ല സ്പീഡുണ്ട്. കാണിച്ചു എന്തായാലും ഉപകാരപ്പെടും എന്ന് ചോദിച്ചാൽ ഉപകാരപ്പെടും. 50-50. അങ്ങനെ ഉപകാരപ്പെടൂല ഒന്നും പറയില്ല. അയ്യോ, ഇതാ മേലേക്ക് പോകണ്ടേ. ഇവിടെ ഇത്ര ആക്കിയുള്ളൂ. ഇങ്ങോട്ടേക്ക് മൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും നമുക്ക് മേലേക്ക് ഉണ്ടോ? നല്ല സ്പീഡ് പോകുന്നുണ്ട്. നല്ല സ്പീഡുണ്ട്. താഴേക്ക് വരുന്നതിനെക്കാട്ടും എത്രയോ സ്പീഡിലാണ്, 2x സ്പീഡിലാണ് മേലേക്ക് വരുന്നത്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. മെയിനായിട്ടുള്ള 2 കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ പാർട്ട് 2 കാര്യങ്ങളൊക്കെ എൻ്റെ ചാനൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ പാർട്ട് 2 എന്തായാലും ചെക്ക് ചെയ്യുക. അപ്പം ടാറ്റ, ബൈ.